ചെറിയ മക്കൾ സ്വർഗത്തിലാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിക്കുന്ന മുഴുവൻ മക്കൾ, അത് മുസ്ലിമല്ലാത്തവരുടെ മക്കളടക്കം സ്വർഗത്തിലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരാ നോക്കണമെന്നറിയോ? ചെറിയ മക്കളെ ഖിയാമത്ത് നാളാകുന്നത് വരേക്കും അവരെ നോക്കി വളർത്തുന്നത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മിഅ്റാജിന്റെ രാവിൽ പുണ്യ നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരുപാട് മക്കളെ കണ്ടു. ജിബ്രീലേ, ഇതെന്താ? ആരായത്? ഇത് നിങ്ങളുടെ ഉപ്പയാണ്, വല്ലിപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ കുട്ടികളോ മുസ്ലിമീങ്ങളിലെ കുഞ്ഞുങ്ങളായി മരിച്ചുപോയവരാണ്. അവർ നോക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അവർക്ക് വേണ്ട എല്ലാ സന്തോഷവും അവിടെ നൽകപ്പെടുന്നുണ്ട്. സ്വർഗലോകത്തേക്ക് അള്ളാഹു ആ മക്കളെ ആനയിച്ചെത്തിക്കുന്നത് വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശലോകത്ത് അവരെ പരിപാലിക്കുന്നുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെന്ന് ഖലീലുല്ലാഹി എന്ന് അള്ളാഹു പറഞ്ഞ ആ നബിയുടെ അരികത്തേക്കല്ലേ എൻ്റെ കുഞ്ഞു പോയത്? എൻ്റെ കയ്യിൽ, എൻ്റെ വീട്ടിൽ ഞാൻ പരിപാലിക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ നബിയായ ഇബ്രാഹിം നബി എൻ്റെ കുഞ്ഞിനെ നോക്കുമല്ലോ എന്ന് സമാധാനിക്കുക. അത് ഹഖീഖത്താണ്, അത് ഉള്ളതാണ്. നമുക്കൊരാശ്വാസം കിട്ടാൻ അള്ളാഹു മനസ്സിന് ക്ഷമ കൊടുക്കട്ടെ. എളുപ്പമല്ല, നമുക്ക് പറയുന്നത് പോലെയൊന്നും ഒരു കുഞ്ഞിൻ്റെ മരണമൊന്നും ഒരു ഉമ്മാക്കും വാപ്പാക്കും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ആലോചിച്ചൂടെ? നമ്മുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ ആ മരണം ഹബീബിൻ്റെ മരണത്തോട് തുലനം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തോളം ഉള്ള ഒരു വിഷമം നമുക്ക് നമ്മുടെ വീട്ടിൽ ആര് മരിച്ചാലും ഉണ്ടാവില്ലല്ലോ. കാരണം നമ്മുടെ മാതാപിതാക്കളെക്കാളൊക്കെ നമ്മൾ നബിയല്ലേ സ്നേഹിക്കുന്നത്. ആ റസൂൽ വഫാത്തായില്ലേ? അപ്പൊ എൻ്റെ കുഞ്ഞ് മരിച്ചാലും വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, റസൂലുള്ളാഹി തങ്ങൾ മരിച്ചോളൊന്നും എത്തൂലല്ലോ. തങ്ങൾ വഫാത്തായില്ലയോ? തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു മരണമുണ്ടാകുമ്പോൾ എൻ്റെ മരണം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള മരണം നിങ്ങൾക്ക് സമാധാനപ്പെടാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.